ഷേക്ക് കണ്ണാപ്പിന് പൂറിമനെ വിളിച്ച്. അപ്പൊ എടാ അത് പക്ഷെ നമ്മളെയാണോന്ന് കൺഫേം അല്ലല്ലോടാ. നമ്മളിപ്പോ കൺഫേം അല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ആരാടാ വാക്ക് പറഞ്ഞേ? കണ്ണാപ്പി കണ്ണാപ്പി കണ്ണാപ്പി. ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരൊറ്റ വേറെ ആരോ വേറെ ആശുപത്രി ഒന്ന് കിക്ക് പറഞ്ഞേ. ആശുപത്രിയിലാണ് തന്തേലാരി പറഞ്ഞത്. അഡ്മിൻ തന്തേലാരി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലാണ് നമ്മളല്ല. സോറി പേര് പറയലും പേര് വന്നേരം. മച്ചു അതെന്തത്? ഞാൻ പൊങ്ങിട്ടാണ് വിട്ടാ മതി. മച്ചു വണ്ടിയാ ഞാൻ തട്ടിയിട്ടൊക്കെ പോയാ മതി. പിന്നെ അടിയായ ബസ്സിനെ വിളിയടാ. ഹലോ സോറി റെഡി ചേട്ടാ. അവര് മുതുക്കലുണ്ടെന്ന്. ഒരു മര്യാദകേടല്ലേടാ കാണിച്ചത് അമ്മാര്. വണ്ടി തട്ടിയിട്ട് നിർത്തി അയാള് പൊങ്ങുന്നിടം വരെ നിർത്താനുള്ള ഒരു മര്യാദ വേണ്ടേ? അത്രയ്ക്ക് ധൃതിയായിരിക്കാണ് അവിടെ. ഒന്ന് കാണണമല്ലോ. റിപ്പയർ ഉണ്ടെന്ന് കണ്ണാ. റിപ്പയർ ഇതാ വരുന്നു. ഐ ആം കമ്മിങ്. വീഡിയോ ഒക്കെ നോക്കാം അവസാനം നോക്കാം. വീഡിയോ ഒക്കെ നോക്കാം. ആദ്യം സംസാരിക്കാം. പറയണേ ഇവിടെ റേഡിയോയിലല്ല. ഓ ഇവിടെ പറയണേ. പിന്നെ MVP കൊന്നല്ലോ. MVP ഏഴ് കൂടിയല്ലൂടെ 8 ആയെന്ന് അറിഞ്ഞേ. അതെന്താണോ പോയത്? അതെന്ത് പോക്കടാ പോയത്? അതിലൊട്ടിയ ജെല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കഴിക്കണ ജെല്ലല്ലേ. എവിടെ എവിടെ അതല്ല ഓ എവിടെ മണ്ടയില് നിൽപ്പുണ്ട്. ഇതില ആൾക്കാര് വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുക്കടപ്പാണ് മാൻ. നമ്മൾ ആളെ കേറിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇല്ല നമുക്കൊരു സോറി മതി. നമുക്കത് എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു സോറി മതി. അതൊക്കെ മേടിച്ചരാ. ആരടിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ കുക്കടപ്പ. അവനെന്താ മാഞ്ഞുവാടാ? ഇതെന്താ സംസാരിക്കുന്നതിന് മുമ്പ് അടിയ? ഇതാരാ അടിയാക്കിയത്? സംസാരിക്കുന്നതിന് മുമ്പ് ഇതാരാ അടിയാക്കിയത്? ജമാല് ഇവിടുന്ന് ലീവ് ചെയ്യണടാ. ഇവിടെ ഗ്യാങ് സിറ്റുവേഷൻ നടന്നോണ്ടിരിക്കട്ടോ. കൺഫേമായോ? ഇല്ല, ഒരുമിച്ച് കൊണ്ടിടുക. കത്തിക്കാൻ ഇതാരാടാ?
അറിയില്ല ഇവിടെ ഫ്യൂൽ വെക്കടാ ഇപ്പൊ ഇങ്ങനെ ഫ്യൂൽ ഉണ്ടായിരുന്നല്ലേ കൂടെ മാസ്ക് വരാൻ പറ്റത്തില്ല മാസ്ക് വരാൻ പറ്റത്തില്ല വൈനക്കിട്ട് വരുന്നില്ല കണ്ടാ എനിക്കറിയാ അല്ലല്ല അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ക്യാരി ചെയ്യാം അങ്ങനെ ക്യാരി ചെയ്തോണ്ടെങ്കിൽ കൊണ്ടുപോരുന്നേ ഉള്ളൂ ഇല്ലില്ല അടുത്ത് കത്തിച്ചാലും ഇതാവൂല്ലേ ഹലോ ഹലോ അവന്മാര് ഓസ്ട്രേലിയ എടുത്തോളാം ഇല്ലെന്ന് തോന്നുന്നു എടാ മോബിടാ എങ്ങനെയാടാ അടിയായത് മോബി ഞാൻ അറിഞ്ഞ് കണ്ടില്ലടാ എന്ത് സംഭവം എന്താടാ എന്നെ വന്നിട്ട് അവിടെ കണ്ണാപ്പി നമ്മൾ വന്ന ബൈക്കില്ലേ ആ ബൈക്കില് അവര് കയറിയിരുന്നു അപ്പൊ ഞാൻ ഇടിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ബൈക്ക് അപ്പുറം വണ്ടി കൊണ്ട് അവിടെ പോകുന്നു இன்னொருத்தனோ கேறுனாங்கடா பைக்ல പപ്പടം എടുത്ത വാക്കിന് പറയുവാണേ തന്തയില്ലായ്മ അലങ്കാരമായിട്ട് നടക്കുമല്ലേ നീയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അതെന്ത് ഊമ്പി വർത്താനം പറഞ്ഞത് വെച്ചങ്ങ് അവരാധിക്കാൻ എടാ ഞാൻ അവന് കണ്ണപ്പി അവിടെ തന്നെ അവിടെ ഇടിച്ചെന്നെ എന്നിട്ട് ஃபர்ஸ்ட் அவன் இடிச்சு நம்ம வண்டியில ஏறனோனே இவன் இடிச்சடா ஃபர்ஸ்ட் ஓகே அதுக்கு அடுத்தது அவன் வந்து இடிச்சு நம்ம வண்டியை எடுக்கும்போது அவன் திருப்பி வந்து இடிச்சிட்டு ஏதோ வர்த்தானம் பறஞ்சிட்டு அவன் போய் லைக் கன் எடுத்து வெடிவெக்க மாபி வந்து ட்ரீட் ஆப் கொடுத்து இன்ஸ்டன்ட் ஆயிட்டு கொடுத்து அதுக்கு அடுத்தது அவங்க ஃபுல்லா எல்லாரும் அடிக்க ஆரம்பிச்சு ഞാൻ വിചാരിച്ച് എടാ ഇവന്മാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ഇവന്മാര് നമ്മളെ കൊണക്കാൻ തന്നെ നിക്കുവായിരുന്നു മനസ്സിലായി 20 പേരായിട്ട് വന്ന് നമ്മളെടുത്ത് ഞാൻ വന്ന് സോറി പറയാൻ പറയുമ്പോൾ കൊണക്കാൻ തന്നെ അവന്മാര് നിക്കുവായിരുന്നു അല്ലാതെ മാന്യമായിട്ട് നിക്കുവല്ലായിരുന്നു അവന്മാര് കൊണക്കാൻ തന്നെ നിക്കുവായിരുന്നു പിന്നെ ഇച്ചിരി ഫാസ്റ്റ് ആയി പോയെന്നേ ഉള്ളു ഒന്ന് വരാവോ കിലുവാ രായനൊന്ന് വരുവോ നീലൊന്ന് കയറി മാറ്റാ റേഡിയോ ഒന്നും ഇല്ലല്ലേ വാ ഗ്യാങ്സ് പോവാം വാ കേറി അല്ല റേഡിയോ മേടിക്കണ്ടേ അല്ലല്ല ഗ്യാങ്സിലുണ്ടല്ലോ റേഡിയോ അളി അവനെ ഡിലീറ്റ് ചെയ്ത് വിട്ടല്ലേ അവൻ എടുത്ത് ആദ്യം വെടിവെച്ച് എന്നെ ഞാൻ ഒരുത്തനെ കൊടുത്തടാ എടാ ഒരുത്ത പ്രോബഗ് ആയിട്ട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാഞ്ഞു പോയടാ അതെന്താ സംഭവം പപ്പടത്തിന് നമ്മള് ഗ്യാങ്സിലോട്ട് പോവാം നമ്മള് ഗ്യാങ്സിലോട്ട് പോവാം അവനെ തന്തയ്ക്ക് വിളിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ കിട്ടിയത് ഒരു റീടാപ്പ് അവന് ഗണ്ണിന് ഡ്യൂറബിലിറ്റി ഇല്ല മയിര് നീ നടു റോട്ടില് നിർത്തി 3 പേരില് മണ്ടയ്ക്ക് മേലെ ഏറിട്ട് അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ മുകളിൽ നിന്നില്ലേ നമ്മൾ മുമ്പോട്ട് പുഷ് ചെയ്തങ്ങ് അടിച്ചാൽ മതിയായിരുന്നു മനസ്സിലായോ എനിക്ക് എടാ ഞാനിട്ട് ഈ മൂവി എടാ പപ്പടത്തിന് വായി കൊടുത്തില്ലേ പറഞ്ഞപ്പോഴത്തേക്ക് അത് മതി അവന് വായി കൊടുത്തവന് എടാ ഞാൻ അവിടുന്ന് ഇച്ചിരി മാറി നിന്നടാ മൂവി ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തനെയാണ് വിട്ടിയാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആയി പോടാ അടിയായെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കാരണം എന്താ സിറ്റുവേഷൻ എന്ന് അറിഞ്ഞൂടാ എന്റെ വ്യൂവിൽ ഇല്ല ഞാൻ ഇച്ചിരി മാറിയിരിക്കുവായിരുന്നു രായണ്ണും ബ്ലാങ്ക് ആയി പോയില്ലേ രായണ്ണ മനസ്സിലായി രായണ്ണൻ ഞാൻ വിളിച്ച് രായണ്ണൻ പറഞ്ഞില്ല ഉക്കടം സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും വിട്ടത് അതല്ലേ പറഞ്ഞ ആള് വന്നിട്ട് സംസാരിക്കാൻ പോവാം പറഞ്ഞ ഉടനെ അത് നടന്നു അടിയായി சொன்னோனே ബാക്കപ്പ് കൊടുക്കാൻ முடியாது മനസ്സിലായോ അത് ഉറപ്പായിട്ട് ബാക്കപ്പ് കൊടുത്തേ പറ്റൂ കാരണം അവിടെ അടിയായി നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലല്ല ഇത് വന്നൊന്ന് നിക്കാറാണ് വന്ന് അവന്മാര് റെഡി ആയിട്ട് കൊച്ചി വെൽ പ്ലാൻഡ് ആയിട്ട് മനസ്സിലായി എടുത്തോണ്ട് പോയ ആരും എടുത്തോണ്ട് പോയ കണക്ട് അല്ലല്ല കണക്ട് റേഡിയോ നമ്മളിടണ്ട നമ്മളിപ്പ ഇടണ്ട അപ്പൊ അമ്മ മറ്റേ അമ്മമാരെ കൊണോടം കൊച്ചി ഇപ്പടണ്ട ഇപ്പടണ്ട കൊടുക്കാൻ കുണ്ണാക്ക് പ്രീവാറും ഇതൊക്കെ ഉണ്ടല്ലോ ഇല്ല വായി കൊടുക്കാം പപ്പടം അവന് കിഴപ്പെന്താ അവന്റെ കിഴപ്പ്
ഇപ്പൊ കാണിച്ച കഴപ്പുണ്ടല്ലോ അത് അവന്മാര് ഇരുന്ന് എന്തിനും ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് പട്ടി റാമ്പ് ഉണ്ടല്ലോ അവൻ പറയണ കുറെ കുണ്ണാള് വരുന്നുണ്ട് വണ്ടി വന്നോടനെ. ഇല്ല അവനെന്ന് കുണ്ണയൊക്കെ ആരെന്ന് കാണിച്ചു കൊടുക്കാം. അവൻ കുണ്ണയാവോ ഇനി ബാക്കിയുള്ളൊരു കുണ്ണയാവോന്നൊക്കെ ഇത് കാണിച്ചു കൊടുക്കാം അവന്. അല്ലല്ല അവന് അല്ലല്ല ഇതിന് മുമ്പായിട്ടുണ്ട്. ഇതിന് മുമ്പേ അവർ സിറ്റുവേഷൻ എടുക്കാൻ വരുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നോ? മറ്റേ വന്നിട്ട് ഇങ്ങനെ കാണിക്കണെങ്കിൽ അത്രേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ഒന്ന് റേഡിയോ എടുത്തില്ല. എനിക്ക് റേഡിയോ ഉണ്ടോടാ വന്നിട്ട് തന്തയ്ക്കും മന്ദാരം കേട്ടല്ലേ തന്തയ്ക്കും അവൻ വിളിച്ച് പറയുക. പിന്നെ അവൻ എന്ത് തന്തേലാടി കാണിക്കുന്നത്? അവന് തന്തേലാടി എന്താന്ന് കാണിച്ചു കൊടുക്കാം. പോരാടി മോനെ പപ്പടത്തിന് അവന് തന്തേലാടി കാണിച്ചു കൊടുക്കാം. നമ്മളെ വണ്ടിയിലെ മന്ദാരം കേറിയത് ഇടിച്ചിടുന്ന സ്വഭാവം നമ്മുടെ വണ്ടി അത്. അപ്പൊ ഞാൻ ഇടിച്ചിട്ടവനെ ഇടിച്ചിട്ടപ്പം ഞാൻ എന്റെ ബൈക്കിൽ കയറി. അപ്പൊ എന്നെ പിന്നെ ഇടിച്ചവൻ ഇടിച്ചിട്ട് ഞാൻ അവൻ പിന്നെ ഒന്നുകൂടെ ഇടിച്ചിട്ട് അവൻ ആ സമയത്ത് എന്റെ അടുത്ത് പറയുക ഹലോ 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 അലങ്കാരമായിട്ട് നടക്കില്ലേ സിറ്റിയിൽ എന്ന് പറഞ്ഞു. മുതുക്ക് സൈഡിലോട്ട് വണ്ടി അടിച്ചു വേണ്ട. മുതുക്ക് സൈഡ് MRC ബിഹാർ ഹോസ്റ്റേജ് ആണ്. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാ നടക്കുന്നത്. എന്തിട്ടത് ഇവർക്ക് മതളവ് ഇവന്മാര് വേറെ എവിടെ എങ്ങോട്ടെങ്കിലും പോണോ ഏതെങ്കിലും സെർവറില്? ഇവർക്ക് അധികം നാളില്ലെന്നാ ഈ പോക്കാണെങ്കിൽ. അല്ല എനിക്ക് തോന്നണ വേറെ ഏതോ സെർവറിലോട്ട് പോണം തോന്നണം. എനിക്കറിഞ്ഞൂടാ എന്തൊരു അയ്യോ ഒരു സൈഡ് ടി വി അല്ലെന്ന് മറു സൈഡ് മലയാളം വണ്ടി കിട്ടില്ല. നമുക്ക് മലയാളം വണ്ടി കിട്ടില്ല. കണ്ടോണ്ടിരിക്കാം ഇച്ചിരി വണ്ടക്കോട്ട് കയറ്റണ. ആ ഓക്കെ ഇവിടെ പെരുതാടിയത് എന്തൊക്കെ കാണുന്നത് ഫ്രണ്ടിലൊക്കെ അവിടെ ഇറങ്ങിയടി നമ്മുടെ പിള്ളേരല്ലേ പണ്ടുന്നേ. എല്ലാം തീർന്നു. നമ്മുടെ പിള്ളേരല്ലേ ബാക്കി വണ്ടി അവിടെ ഒറ്റ ടി വി വണ്ടി അവിടെ കൊണ്ട് ഫിറ്റിങ് കേട്ടാ. അത്ര വണ്ടി ഇടണല്ലേ എന്റെ അമ്മോ. ആളെണ്ണവും നോക്കൂല മനസ്സിലായി. അടിച്ച അതാ സിനിമ പറഞ്ഞില്ല എണ്ണത്തിന്റെ ഇതൊന്നും നോക്കൂല. അതാ നമ്മള് മാറണം. നമ്മുടെ റോഡിൽ നിന്ന് മാറി നമ്മളെ സിറ്റുവേഷൻ മാറി നമ്മളാ മലയുടെ വണ്ടി ഇവിടെ വല്ല ഇത് അവന്മാരല്ലേ? ഇത് അല്ലല്ല നമ്മുടെ ഏബിലാണ്. അല്ലല്ല ഇത് B30 വേറെ സിറ്റുവേഷൻ കാണാൻ വന്നേണ. നമ്മള് ചറപറാടിയാണ് കേട്ടാ. ഇവിടുന്ന് കാണാൻ രസമുണ്ടല്ലേ? കൊള്ളാം കണ്ണാപ്പിയാണ്. നല്ല രസമുണ്ട് ഈ വ്യൂ കാണാൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നമ്മള് അവിടെ തന്നെ കൊറേ പേര് ഡെഡ് ആക്കിയില്ലേ എന്നിട്ട് ഇത്രയും വണ്ടിയോ? എനിക്കറിഞ്ഞൂടാ. ആണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മ EMS വെച്ച് പൊക്കെയാണ് എന്തോ എനിക്കറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ ഹോസ്റ്റേജ് ഇത് കണ്ടായിരുന്നു? കെവിയുടെ ഫ്രണ്ടിൽ MRC ഹോസ്റ്റേജ് ഇരിക്കുന്നു. കളി രണ്ട് സൈഡ് നോക്ക്, രണ്ട് വ്യൂ. അല്ലല്ല ഇത് റീ എൻട്രി ഉണ്ടോന്ന് ദൈവത്തെ വിളിച്ച് ചെക്ക് ചെയ്യാൻ പറയണേ. നേരത്തെ ചത്തവര് അതുകൊണ്ടൊന്ന് റീ എൻട്രി ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറയണം. നല്ല രസമുണ്ടല്ലേ 3 കളർ വണ്ടികളൊക്കെ ആയിട്ട്? 3 കളറിന്റെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു അല്ലേ? സത്യമല്ലേ, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ലായിരുന്നല്ലേ? സൂം ചെയ്യായിരുന്നു. ഫോണ് പറ്റത്തില്ലേ? ഫോണിൽ സൂമിങ് ഉണ്ടെന്ന് തോന്നുന്നത്. എന്നെയാണ് വിളിച്ചത്. ഞാൻ ഇവിടെ റീ എൻട്രി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇല്ലല്ലോ. ഇല്ല റീ എൻട്രി ഇല്ല അങ്ങനെ റീ എൻട്രി ഉണ്ട്. എന്താ ഇങ്ങോട്ടൊക്കെ അടിക്കുന്ന? അറിഞ്ഞടേ അവരിറങ്ങി കളിക്കുന്ന ഞാനൊന്ന് ഹെൽപ്പെട്ട് റീ എൻട്രി ഉണ്ടോ ചെക്ക് ചെയ്യാന്ന് പറയണേ. ജസ്റ്റ് ഒന്ന്
കൊള്ളാല്ലേ പരിപാടി കൊള്ളാം അണ്ണന്മാരെ. ആ ഹുക്കപ്പ് സിറ്റുവേഷൻ ആയിരുന്നു കേട്ടാ. കുക്കപ്പ് എനിക്കിത് അറിയായിരുന്നു. ഇത് വേറെ എനിക്ക് അറിയായിരുന്നു. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായോ ടി വി കണക്ട് റേഡിയോ നമ്മളെ ഫോക്കസ് ചെയ്താണല്ലോ. അണ്ണ നമ്മള് അവിടെ വെച്ച് തന്നെ കൊറേ പേരെ ഡൗൺ ആക്കിയായിരുന്നു ഞാനൊക്കെ. ഒരുമിച്ച് പോയി അടിക്കാം. വെയിറ്റ് ആക്കാം. അവനെന്തോ വന്നിട്ടോ അവനെന്തോ പറഞ്ഞേ. എനിക്ക് ലോഡാവുന്നുണ്ടോ മാർച്ചാൽ? അണ്ണൻ ലോഡാവുന്നുണ്ടോ? ഒറ്റയ്ക്ക് അങ്ങ റേഡിയോ ഒറ്റയ്ക്ക് അങ്ങ ആണോ? നമുക്ക് കൊണ അടിക്കാൻ പറ്റുമോ? നമുക്ക് കൊണ അടിക്കണേല് എനിക്ക് അറിഞ്ഞൂറാ കൊണ അടിക്കാൻ പറ്റൂല്ലോ. ഇവനൊക്കെ ചത്ത് പുഴുത്തല്ലേ? അവനൊക്കെ അടിക്കുന്നുണ്ടല്ലോ. ഇവനൊക്കെ ചത്ത് പുഴുത്തല്ലേ? നീ അടിയടാ കൊണ. വണ്ടിയും പോയി. സേഫ് സോൺ ആക്കിയ അഡ്മിൻ സേഫ് സോൺ ആക്കി. നാളെ കണ്ടികളെ ഉണ്ടല്ലോ പെറുക്കിയിട്ട് അടിക്കണം. എവിടെ കണ്ടാലും ഇവന്മാർക്ക് അങ്ങ് കുത്തിക്കഴ ഇവന്മാർക്ക് അങ്ങ്. അത് ഞാൻ ഉറപ്പാണ്. ഇവർ ഈ ഒരു സിറ്റുവേഷൻ അല്ല ഇവന്മാർ ഈ നടക്കൂല. ഈ വണ്ടിയും കൊണ്ട് ഇവർ ഇവിടെ നടക്കൂല. മനസ്സിലായോ? ഇല്ല ആരും ചേട്ടില്ല. എടാ നീ ഞാനായിരുന്നോ നോട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തോന്നണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അണ്ണൻ ഗ്യാങ്സിലോട്ടോ? അണ്ണൻ ഗ്യാങ്സിലില്ലേ? എല്ലാരും ഗ്യാങ്സ് അങ്ങോട്ടെ. നിങ്ങളെ വണ്ടിയാണോ അവന്മാർ അടിച്ചല്ലോ? വാണങ്ങളളിയാ അവന്മാര് ഫുള്ള് റീഎൻട്രി ചെയ്തണ്ണ ഫുള്ള്. അതെങ്ങനെ കുറച്ചുമ്പോ വാറടിക്കാൻ പോയി ഗ്യാങ്ങോട്ട് അറിയാത്ത ലീഡറാ. നമ്മുടെ സിറ്റുവേഷൻ ഇടയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ എന്തോ ചൊറിയായി. അങ്ങനെ KV എന്തോ അവര് ചൊറിയായി. ശരിക്കും തലച്ചോറില്ല. കളിക്കുന്നവർക്ക് തലച്ചോറില്ലേ വന്നു? അങ്ങ് ഇതിന്റെ ഇടയ്ക്ക് ഫ്ലഫി എന്തോ പോയി കൊണച്ചിട്ടാണ് KV ആയിട്ട് സിറ്റുവേഷൻ ആയെന്നാ പറഞ്ഞത്. ഞാൻ കാറിലോ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കാറിലോ ഉണ്ടോ സിറ്റിയില്? ഉണ്ട്. കാർലോ ഗ്യാങ്സിനോട് ഇപ്പൊ ഉണ്ടായിരുന്നു. പറഞ്ഞോണ്ണ എന്തൊരു കണ്ടികളാണ് ഉമ്മാര്. ഹലോ ഇത് നിങ്ങളായിട്ട് എങ്ങനെ സിറ്റുവേഷൻ ആയി ഇവന്മാര്? അവൻ വണ്ടി എടുത്ത് പോയി. പിന്നെ ഫ്ലഫി എന്ന് പറഞ്ഞ ആരോ വന്നിട്ട് ഫ്രണ്ടി വന്ന് ചാടി തന്നു. നമ്മുടെ വണ്ടി എടുത്ത് പോകാൻ നോക്കി. ആ സമയത്ത് നമ്മളെ ഫയർ ചെയ്തേ. ഈ കണ്ടികൾ പിന്നെ ഇവിടെ കിടന്ന് കറങ്ങണ എന്താ? അല്ല ഗ്യാങ്സിന്റെ അകത്ത് കയറി കൊന്നവന്മാര്. വലിയ താമസമില്ല അപ്പം. സുൽത്താൻ 8 KD ആയിരുന്നു. സുൽത്താന്റെ പവറാണ് കിടക്കുന്നത്. 4-5 പേരുണ്ട് ഇവിടെ.
ഇതിപ്പോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മളായിട്ട് സിറ്റുവേഷൻ നമ്മളായിട്ട് റിപ്പയർ അടിയായിരുന്നു. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലോ, ഞാൻ കണ്ടായിരുന്നു ജോണി അപ്പ കണ്ടോണ്ടിരുന്നത്. എടാ മാറി നിന്നവരെ വരെ ഫയർ ചെയ്തിട്ട് പോയി അവര്, മനസ്സിലായോ? ഓ അങ്ങനെ മാറി നിന്നവരെ വരെ ഫയർ ചെയ്യുക. ഒരു ആളെ ഹോസ്റ്റ് എടുത്തായിരുന്നു, മറ്റേ ഫ്ലഫി എന്ന് പറഞ്ഞു. അവൻ പക്ഷെ ചാടിപ്പോയി കേട്ടോ, മറ്റേ കൈ നൂരിപ്പോന്നവരെ. ഓ അങ്ങനെ ചാടിപ്പോയാ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഇല്ല, ഇത് മാറി നിന്നവരെയാണ് ഫയർ ചെയ്തത്. നമ്മുടെ ആൾക്കാർ ഫയർ ചെയ്തിരുന്നുണ്ടായിരുന്നവര്. അവർക്ക് എനിക്ക് തോന്നുന്നു എല്ലാരെയും കാണുന്ന എല്ലാരെയും അടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ചോദിക്കാൻ ചെന്നപ്പോഴൊക്കെ ഭയങ്കര സംസാരമായിരുന്നു പറഞ്ഞു. എടാ ആരായിരുന്നു സംസാരിച്ചു? അത് ആദ്യം മറ്റേ ഇവൻ ഫയർ ചെയ്ത് എംആർസിലെടുത്ത്, അത് കഴിഞ്ഞ് ഫ്ലഫി വന്നിട്ട് മറ്റേ വണ്ടി എടുത്തോണ്ട് സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും അവൻ നമ്മുടെ വണ്ടി തന്നെ കട്ടുകൊണ്ട് പോകാൻ നോക്കി. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാവോ? എ ക്ലാസ് കണ്ടികള് മറ്റേ ഒരാളെ ഹോസ്റ്റേജ് എടുക്കാൻ വേണ്ടി വെച്ചിട്ട് അവനെ അങ്ങ് കത്തിച്ചാത്ത വാണങ്ങൾ അതും പൊക്കിക്കൊണ്ട് പോയി. ആ ബോഡി നമ്മൾ പിന്നെ അവർക്ക് പറയാനാ ഇതൊക്കെ? അത് തലച്ചോറില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യം. തലച്ചോറ് വേണ്ട ഇതിനൊക്കെ കോമൺ ആയിട്ട്. കഴിഞ്ഞ ദിവസം മറ്റേ നിയമപുസ്തകമൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ചോണ്ട് ആദ്യമായിട്ടാണ് ഇനിഷ്യൽ കഴിഞ്ഞിട്ട് മറ്റേ കൂൾ ഡൗൺ മേടിക്കുന്നത് 3 ദിവസം. അന്ന് 1:45 മാറി. അപ്പൊ എന്തോ കാണിക്കാന്നൊക്കെ പറഞ്ഞു. ആളുള്ള വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളവിടെ നിപ്പുണ്ടായിരുന്നു 45 അവരെ കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് ഫയർ ചെയ്തപ്പോഴാണ് അതിൽ ഇന്റർഫിയർ ചെയ്തല്ലേ. അതെ, എന്തൊരു കഷ്ടത. അല്ല മാമ, ഇനി നാളെ അവന്മാര് കേറില്ലല്ലോ. ഒരാഴ്ച ഇനിയൊരു ബ്രേക്ക് ആണിത്. ഇപ്പൊ കിട്ടിയ കില്ല് മോണ്ടയാക്കി ഇറക്കും. വണ്ടിക്കൊരു 4 കിലോ ഉണ്ട് കേട്ടോ ഇവിടെ. ഇല്ല, എന്നെ ഞാൻ ഗ്യാങ്സിനുള്ളിൽ അല്ല നമുക്ക് എത്ര പേരാ റീഎൻട്രി വന്നറിയാം? എത്ര പേര് കൊന്നവരൊക്കെയാണ് 10 അടിച്ചത്. ആ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ കിഡ്ലരി കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്. ജോണിയമ്മ ഇതില്ലേ എന്താണ് എന്തേലും പറയുന്നത്? ബുദ്ധിയില്ലാത്ത കുണ്ണകളെ എല്ലാം കൂടി ചേർത്തിട്ട് ഗ്യാങ്ങിൽ കാർലോ എന്നില്ല. അവിടെ ബ്രോ എല്ലാവർക്കും ജോണിയപ്പം അതോ അങ്ങോട്ട് ലൈവ് ഉള്ളവർക്ക് പോകാൻ പറ്റുമോ? അങ്ങോട്ട് നോങ്ങാറ്റത്തോട്ട് അവിടെ ദൈവം സംസാരിക്കുന്നതിന്റെ അടുത്ത് അത് പോവാം. നമ്മള് സംസാരിച്ചപ്പോ അവന്റെ പേരറിയണം, അൾട്രോന്റെ പേരറിയണം. അവൻ തന്നെ സംസാരിച്ച അവന്റെ പേരറിയണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം ബ്രോ. വാസണ്ണ എവിടെ? അണ്ണ എവിടെ? അണ്ണാ ഇതിനു മുമ്പ് എന്നെ ചീത്തയൊക്കെ വിളിച്ചാണ്. എന്നെ കണ്ടായിരുന്നു. അത് കണ്ടില്ലായിരുന്നു അണ്ണൻ? എന്നെ ഞാൻ ഇതിട്ടിട്ടുണ്ട്. അണ്ണ ഒന്ന് കണ്ടു നോക്ക്. എന്നെ പൂറിയമാണെന്ന് വിളിച്ചണ്ണ. ഞാൻ എന്നെ തിരിച്ചൊന്നും വിളിച്ചില്ല. ഞാൻ 1000 കിക്ക് പോയിന്റ് ഇട്ടെന്ന് എനിക്ക്. അണ്ണാപ്പി _ എന്റെ പേരുള്ള ആദ്യമായിട്ട് ചരിത്രത്തിൽ 1000. എന്താണ് എന്റെ പേര്? 1000 കിക്ക് പോയിന്റ്സ് ബ്രോ. താങ്ക് യു സോ മച്ച്. അത്രയുള്ള ഉമ്മ. ഓ എന്തോ മറ്റേ എന്റെ മുച്ചിരി എവിടെടാ? മുച്ചിരിയാ? മുച്ചിരി എവിടെ? അറിഞ്ഞൂടാ. മുച്ചിരി പള്ളക്കളവ ഇവിടെ സിറ്റുവേഷൻ ആയിട്ട് 2 മാറ് 3 ഗ്യാങ് ഒക്കെ ആയിട്ട് അടിയായിട്ട് നിൽക്കും. പോയിട്ട് ഇടയ്ക്ക് മോനെ എന്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിഞ്ഞൂടാ. അതല്ല അമ്പത്തൂരെ. എടാ പോസ്റ്റ് എടുക്കാൻ വെച്ച അമ്പത്തൂരിനെ തന്നെ ആദ്യമേ ഞാൻ കത്തിച്ചു. താങ്ക് യു സോ മച്ച്. 1000 കിക്ക് പോയിന്റ്സ്. അയ്യോ ഞാൻ വിചാരിച്ചെന്നാ ദൈവം വല്ല സെപ്പറേറ്റ് ചെയ്തൊക്കെ. ബ്രോ നമ്മളുമായിട്ടാണ് മുതുകിലെ സിറ്റുവേഷൻ ആയത്.
അപ്പൊ സിറ്റുവേഷൻ നടന്നിട്ട് നമ്മുടെ കുറച്ച് പേര് ഡൗൺ ആയി. നമ്മുടെ ബാക്കി സ്റ്റിൽ കുറച്ച് പേര് ഗ്യാങ് ഹൗസ് സൈഡിലായിരുന്നു. നമ്മൾ അപ്പോഴത്തേക്കിന് നമ്മുടെ ആൾക്കാർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം അവർ ആൾ കൗണ്ട് കൂടുതലാണ് ഓൾറെഡി. അപ്പൊ നമ്മുടെ ആള് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് എന്താ EMS ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ആൾക്കാരും പൊക്കിയില്ല, അവരുടെ ആൾക്കാരും പൊക്കിയിട്ടില്ല. ഇല്ല പൊങ്ങിട്ടില്ല. അത് നിങ്ങളുടെ ആൾക്കാരെ കുറച്ചുപേരെ കത്തിച്ചിട്ടു. അവിടെ വരെയുള്ള ഞാൻ കണ്ടു. 54-നെ ഹോസ്റ്റേജ് എടുത്തു. അതിൽ 54-നെയാണ് ഹോസ്റ്റേജ് എടുത്തത്. വാസു ബ്രോ ഒരു മിനിറ്റ്. അതായത് ഈ 54-നെ കത്തിക്കുന്ന നമ്മുടെ അഡ്മിൻസ് ആരും കണ്ടിട്ടില്ലായിരുന്നു. പുള്ളി ഹെൽപ്പ് ഇട്ട പ്രകാരം നമ്മൾ POV ചെക്ക് ചെയ്തിട്ട് പുള്ളിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണാത്ത പക്ഷം നമുക്ക് WR അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് പുള്ളി ഹെൽപ്പിട്ടപ്പം പുള്ളിയുടെ പേര് POV വെരിഫൈ ചെയ്തിട്ട് പുള്ളിനെ റിലീസ് ചെയ്യാൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് അടി പൊട്ടുന്നത്. പറഞ്ഞു വരുന്നത് ബ്രോ, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചത്തുപോയ ഒരാളെ പോലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ റേഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ MRCയോട് തിരിച്ച് ചോദിക്കാൻ പോണത്. തിരിച്ച് ഞങ്ങൾ പോകുന്ന ഇതിന്റെ എല്ലാം POV ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് പെട്ടെന്ന് KVL ആരോ ഒരാളെ MRCയുടെ ഒരാളെ ഹോസ്റ്റേജ് ആയിട്ട് നിർത്തിയേക്കുന്നുണ്ട്. അപ്പൊ കൈ പൊക്കിച്ച് നിർത്തുന്ന സംസാരിക്കുന്ന ഞാൻ അവിടെ കണ്ടപ്പോ ഞാൻ MRCയിലെ ഒരാളെന്ന് കണ്ടപ്പോഴത്തേക്കിന്, കാരണം ഇവിടെ ഫൈറ്റ് നടന്ന സമയത്ത് ഓൾറെഡി ഇവരൊരു വെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദേഹത്തൂടെ, ഏതോ ഒരു കളറിലെ വെസ്റ്റ്. ആ വെസ്റ്റ് ഉള്ള ഒരാളെ കൈ പൊക്കിപ്പിച്ച് അവിടെ നിർത്തിയേക്കുമായിരുന്നു മുതുക്കിൽ ഞാൻ ചെന്നപ്പോ. അപ്പൊ അടുത്ത് ചെന്നപ്പോ KVക്കാരെ ഒരേ ഹോസ്റ്റേജ് എടുക്കുന്നു. ഞാൻ അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ വെടി വെച്ച് ഇതാക്കണ്ടെന്ന് വിചാരിച്ച അറിയത്തില്ല. നമ്മള് ഇവിടെ KVയുടെ ചോദിച്ചപ്പോ അവരുടെ അടുത്ത് കൊണ പറഞ്ഞാണ് പറഞ്ഞു ഫ്ലഫി എന്തോ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ MRCയിലുള്ള ആൾക്കാരെ അടിച്ചോണ്ടിരിക്കും. പക്ഷെ ആ സിറ്റുവേഷനിൽ വന്നത് അവരുടെ ഒരു മിനിമം ഒരു 18 വണ്ടിയെങ്കിലും വന്നിട്ടുണ്ടാവും. ആ സിറ്റുവേഷനിൽ ചത്ത എല്ലാവരും അതിനകത്ത് റീഎൻട്രോ ആയി. ഇതിനകത്ത് ഈഗിൾ ബ്രോ, അതായത് ഇത്ര സിമ്പിൾ. അതായത് നമുക്ക് ഈ വാർ നടക്കുന്ന സമയത്ത് റീ എൻട്രി നോക്കാൻ നമ്മുടെ അഡ്മിൻസിന് പോസിബിൾ അല്ല. കാരണം ബ്രോയ്ക്ക് അറിയില്ല, അതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ റീ എൻട്രി എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ POVs എല്ലാവരും വെരിഫൈ ചെയ്യും. ഇതിനകത്ത് നമുക്ക് കില്ലോക്സ് ഉണ്ട്, അതുപോലെ ഇതിനു മുമ്പ് റെഡ് ആയത് ആരൊക്കെയാന്നുള്ള ലോക്സും കാര്യങ്ങളുണ്ട്. അതുപോലെ POVs വെരിഫൈ ചെയ്യും. അഡ്മിൻസിന്റെ POVs ഒക്കെ രണ്ടാമത് റീവെരിഫൈ ചെയ്യും. നമുക്കിത് ഓൺ ഗോയിങ് നടക്കുന്ന സിറ്റുവേഷനിൽ നമുക്കിത് പോസിബിൾ അല്ല റീ എൻട്രി ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മൾ ഓർത്തിരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത്, മനസ്സിലായോ? പിന്നെ നമുക്ക് കുറെ ചാറ്റിലൊക്കെ വരും. പക്ഷേ ചാറ്റ് അറിയാലോ, നോക്കാൻ പറ്റില്ല. ചിലത് സത്യമാവാം, സത്യമല്ലാതാവാം. അത് പിന്നെ പ്രശ്നം. അതുകൊണ്ട് നമ്മള് ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു വന്നതല്ല ബ്രോ, ഇതാണ് സിറ്റുവേഷൻ. നമുക്ക് ഇവന്മാർക്ക് FRP കൊടുക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇവന്മാരെ തള്ളിയാൽ മതി. ഞങ്ങൾക്കെതിരെ പരാതിയില്ല. അവര് നിങ്ങൾക്ക് നാളെ സിറ്റുവേഷൻ, അതായത് നാളെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നാളെ പ്രീവാറും ബാക്കി കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അല്ല, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് അറിയാൻ വേണ്ടി. ബ്രോ, അതായത് നിങ്ങൾക്ക് PVP എലമെന്റ്സ് പാടില്ലെന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ച് നാളത്തെ പ്രീവാർ എപ്പോഴാന്നുള്ളത് പറയാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവർ അവൈലബിൾ അല്ലെങ്കിൽ നാളെ ഇല്ല, അങ്ങനെ പറ്റില്ല. ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ പുതിയ റൂൾ പ്രകാരം കൂൾ ഡൗൺ എന്നൊരു സംഭവം വരും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് മസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇത് പരാതി ഉണ്ടെങ്കിൽ ബ്രോ, പരാതി ഉണ്ടെങ്കിൽ നമുക്ക് FRP ആയിട്ട് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും ഈഗൾ ബ്രോ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നമ്മളെന്തായാലും വെരിഫൈ ചെയ്യുന്നുണ്ട്. റീ എൻട്രി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരു ഗ്യാങ്ങിനും അതിൽ നമ്മളെന്തായാലും അത് വെരിഫൈ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യോ അങ്ങനല്ല ബ്രോ, റീ എൻട്രി ആരും ചെയ്യരുത്. ഇപ്പം അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റീവെരിഫൈ ചെയ്തിട്ട് അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത്. ഇനി അത് അവർ ചെയ്യാതിരിക്കാം ഫ്യൂച്ചറിൽ, ഫ്ലാഷ് എടുക്കുമെന്നല്ല, ഫ്യൂച്ചറിൽ അത് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ എന്താണ് പറയുന്നത് എപ്പോഴത്തേക്ക് പ്രീവാർ അടിക്കാൻ പറ്റുന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നേരിട്ട് കാണണ്ടല്ലോ, അപ്പൊ റേഡിയോ കൂടെ റേഡിയോ സംസാരിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നേരിട്ടോ റേഡിയോ കൂടെ നേരിട്ട് ഹലോ ദൈവം നമ്മൾ അടിക്കൂല. അവന്മാരെ അടിച്ചാൽ നമ്മൾ അടി കൊണ്ടിട്ട് പിന്നെ അഡ്മിൻ കൊടുക്കുമല്ലോ ആക്ഷൻ. ഒന്നല്ല അവന്മാര് ഇവിടെ വിളിക്കാതെ കയറി വരുന്ന കട്ടികൾ അവന്മാര് പറയണ്ട തീട്ടങ്ങൾ അണ്ണാ അണ്ണാ ഇപ്പൊ എങ്ങനെ വാർച്ചാറ്റി ഇടണോ? വാർച്ചാറ്റൊന്നും വേണ്ട, എല്ലാവരും അങ്ങോട്ട് വാ. ഞാനൊരു കാര്യം പറയാം,